അനീഷേട്ടൻ ഞാൻ സിംഗിളാ. അനീഷേട്ടന് സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ. ജീവിതകാലത്ത് എനിക്ക് സമ്മതമേ അല്ല. സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, നിങ്ങളെല്ലാവരും കണ്ടാണ് 2 ദിവസത്തെ എപ്പിസോഡ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടന്നത്? അനുമോള് തന്നെയായിരുന്നു മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളെ വെറുപ്പിക്കൽ അങ്ങ് എന്തൊക്കെയാണോ എന്തോ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത്. അതിൽ നൂറയ്ക്ക് പറ്റിയ ഒരു ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ അനുമോളെ പിടിച്ച് കിച്ചൺ ടീമിലിട്ടതാണ്. ശരിയാണ്, അനുമോള് നല്ല ഫുഡ് ഉണ്ടാക്കി തരും, എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് നല്ല ടേസ്റ്റാണ്, ഓക്കെ, അതെല്ലാം ഫൈൻ, എല്ലാം സമ്മതിച്ചു എന്നും പറഞ്ഞ് അടുക്കളയ്ക്ക് അകത്തിട്ടാൽ പിന്നെ അടുക്കള രാജകുമാരിയാണ്, ഈ സോക്കോൾഡ് രാജകുമാരി. എല്ലാം പുള്ളിക്കാരിയുടെ കൈ കൂടെ വേണം നടന്നു പോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പൊട്ടിത്തെറിയും ബഹളവും. എനിക്കത് മനസ്സിലാവുന്നില്ല. അതായത് 3 പേര് കിച്ചൺ ടീമിൻ്റെ അകത്തുണ്ട്, 3 പേർക്ക് 3 ഡ്യൂട്ടി വീതിച്ച് അങ്ങ് കൊടുക്കുക. എല്ലാത്തിനും വന്ന് കൈയിടാൻ നിൽക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതേ അനുമോളാണ് അരിയിട്ടത് കൂടിപ്പോയെന്നും പറഞ്ഞ് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ അവിടെ കിടന്ന് ഷോ ഇറക്കിയത്. അതേ അനുമോള് കിച്ചൺ ടീമിൻ്റെ അകത്ത് കയറിയപ്പോൾ നടന്നത് എന്തുവാണ്? റൈസ് ബാക്കി വന്നു. അതിൻ്റെ അകത്ത് വന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുമോൾ പറഞ്ഞതൊരു പോയിൻ്റുണ്ട്. അതായത് ചോറ് മാത്രമായിട്ട് ആരും കഴിക്കത്തില്ല, അതുകൊണ്ട് എന്താണ് ഈ കുറച്ച് കറി മാറ്റി വയ്ക്കാം എന്നും പറഞ്ഞ് ആളുകൾ വന്ന് വിശന്നിട്ട് ചോദിക്കുമ്പോൾ കറി കൊടുക്കാതിരിക്കുന്നത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും, അതുപോലെ മാറിയിരുന്ന് പ്രാവുകയും ചെയ്യും. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ നിന്ന് പറഞ്ഞ് തീർക്കാനോ സംസാരിക്കാനോ അനുമോൾ നിൽക്കാറില്ല. ഉടനെ ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങുവാണ്, എന്നെ വേറെ എങ്ങോട്ടെങ്കിലും ഇടണം എന്നും പറഞ്ഞ് ഒരേ ബഹളമല്ല, ഷോയാണ്. ആദില നൂറ പറഞ്ഞതുപോലെ PR ടീമുള്ളതിൻ്റെ അഹങ്കാരം തന്നെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പിന്നെ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? ഒപ്പോണൻ്റ് നിൽക്കുന്ന എല്ലാവരും ഇങ്ങനെ വിറപ്പിക്കുന്നുണ്ട്. കാരണം അനുമോളുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്നത്. തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക. അവർ ആദില നൂറ പല പ്രാവശ്യമായിട്ട് അനുമോളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അനുമോൾ ഇങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. അതായത് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ മടിയുള്ള ഒരാളാണ് അനുമോൾ എന്ന് പറയുന്നത്. നല്ലൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്തുവാണ്? നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ തെറ്റായതുകൊണ്ടാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡില്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ്? അനുമോളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അനുമോൾ എന്ത് ചെയ്താലും ഇത് അടിപൊളിയടാ, സൂപ്പർടാ, നീ ഇങ്ങനെ തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് നിൽക്കുന്ന ഫ്രണ്ട്സിനെയാണ് അനുമോൾക്ക് ആവശ്യം. അതായത് തെറ്റുകൾ ചെയ്താൽ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട്സിനെയാണ് അനുമോൾ നോക്കി നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും ഒരിക്കലും ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളെ കുഴിയിലോട്ട് ചാടിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അതിനകത്ത് അനുമോൾ തന്നെ പറയുന്നുണ്ട് പലതവണ ഇത് ബാക്ക് സ്റ്റാബിങ് എന്ന്. ഈ എന്ത് തെറ്റ് ചെയ്താലും കണ്ണടച്ച് വിടുന്നവരല്ലെങ്കിൽ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരിക്കലും ഫ്രണ്ട്സ് അല്ല. അത് അനുമോൾ എന്താണ് മനസ്സിലാക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും തെറ്റ് ചൂണ്ടി കാണിച്ചാൽ അപ്പോൾ അവിടെ അങ്ങ് ബഹളമാണ്. ഒരു ചെറിയ തെറ്റ് പോലും അക്സെപ്റ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അതവിടെ അക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ. ഇപ്പം തന്നെ കറിയുടെ കാര്യം മര്യാദയ്ക്ക് പറഞ്ഞിട്ട് അതായത് ചോറ് ബാക്കി വരും, കറിയില്ലെങ്കിൽ ചോറ് തിന്നാൻ പറ്റത്തില്ല. ആ ഒരു ചെറിയ ആശയം അവിടെ മര്യാദയ്ക്ക് അങ്ങ് പറഞ്ഞാൽ മതി. എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താണ്? കുറച്ചുകൂടെ കറി തരും, കുറച്ചുകൂടെ കറി എല്ലാവർക്കും കൊടുക്കുക, ആവശ്യമുള്ളവർക്ക് കഴിക്കട്ടെ. ഇപ്പോൾ വേസ്റ്റ് ആക്കിയെങ്കിൽ ആവശ്യമുള്ളത് വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കളയുവാണെങ്കിൽ അനുമോൾക്ക് അത് പറയാം അവിടെ. പക്ഷേ വാങ്ങിച്ചിട്ട് അവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്. കാരണം ഫുഡിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്കറിയാം. അതിനകത്ത് നിൽക്കണമുണ്ട്. ലിമിറ്റഡ് റേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തിട്ട് അനുമോൾ എണീറ്റെന്ന് പറഞ്ഞതാണ്, എല്ലാവർക്കും ആവശ്യത്തിന് കൊടുത്തിട്ട് ഇനിയും വേണമെന്ന് പറയുന്നത് അത്യാർത്ഥിയാണെന്ന്. അതെങ്ങനെ പറയാൻ പറ്റും? ആവശ്യമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്, അതെങ്ങനെയാണ് അത്യാർത്ഥിയാവുന്നത്? അനുമോൾ പിടിച്ച മുയലിന് 3 കൊമ്പെന്നും പറഞ്ഞ് നിൽക്കും, അതിൻ്റെ കൂടെ പിടിക്കുക അനീഷേട്ടനും, ഗാർഡിയൻ ഏഞ്ചൽ. എന്താണെന്നോ കാണിക്കുന്ന പുള്ളിക്കാരൻ. അതായത് അനുമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്. സപ്പോർട്ട് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, പക്ഷേ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അനുമോൾ എന്ത് ചെയ്താലും അനുമോൾ സൂപ്പർ, അനുമോൾ അടിപൊളി എന്നൊക്കെ പറഞ്ഞാണ് അനീഷ് നിൽക്കുന്നത്. ഞാൻ ഇന്നലത്തെ എപ്പിസോഡല്ല, അതിൻ്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു എപ്പിസോഡ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനാണ് തോന്നിയത് അനുമോൾ കാണിക്കുന്നത്. വെസൽ കഴുകാൻ പറയുമ്പോൾ പറയണം എനിക്ക് വെസൽ കഴുകാൻ പറ്റില്ല, എന്നെ ടോയ്ലറ്റ് ടീമിലോട്ട് ഇടുക, എന്തോന്ന് ബിഗ് ബോസ് അവളുടെ തറവാട് സ്വത്താണ് അങ്ങനെയൊക്കെ പറയാനായിട്ട്. അതായത് നൂറയ്ക്ക് ഒരു രീതിയിലുള്ള റെസ്പെക്റ്റ്, അതായത് നൂറെ അങ്ങ് തലയിലെടുത്ത് വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഹൗസ് ക്യാപ്റ്റൻ അല്ലേ, ഡ്യൂട്ടി തിരിച്ചപ്പം ഓരോ ഡ്യൂട്ടിയിൽ ഇടുകയും ചെയ്തു. അനുമോൾക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വെസലിലോട്ട് മാറ്റാൻ പറഞ്ഞു, വെസലിലോട്ട് മാറ്റി. വെസലിലെ ജോലി ചെയ്യാൻ പറഞ്ഞപ്പോൾ പറയുവാണ് എന്നെ ടോയ്ലറ്റ് ടീമിലോട്ട് മാറ്റാം. എന്തോ ഇത് ജോലി ചെയ്യാൻ പറയുമ്പോൾ ഒരു ടീം മാറ്റി കളിക്കണോ?
എന്നിട്ട് കുറേ ന്യായങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആദില പറഞ്ഞതാണ് ശരി. പി ആർ ഉള്ളത് കൊണ്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. പി ആർ ഉള്ളത് ഒറ്റ ബലത്തിലാണ് അനുമോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അല്ലാതെ ഒരു ടാസ്കും ജയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുള്ള കാര്യമാണ്. പിന്നെ അടുത്ത ദിവസത്തെ ഭയങ്കര ഷോ, ആരടുത്തും മിണ്ടില്ല. എല്ലാവരുടെ അടുത്തും മിണ്ടായിരിക്കുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത. അത് ഏറ്റുപിടിക്കാനായിട്ട് അനീഷ് പറയുകയാണ്, എന്ത് പറ്റി മോളെ ഇങ്ങനെ പാമ്പർ ചെയ്ത് മറ്റേ സ്റ്റാർ മാജിക് വൈബ് കൊണ്ടുവരും. അയ്യോ അപ്പം അനുമോളെ, അയ്യോ ഞാൻ ക്യൂട്ടാണേ, ഞാൻ കൊച്ചാണേ, അയ്യോ അയ്യോ പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആദിലയൊന്നും അങ്ങനെ കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും അതൊരു ഡ്രാമയായിട്ട് എനിക്ക് തോന്നിയതുമില്ല. കാരണം ആദില നൂറൊക്കെ അങ്ങനെ കരഞ്ഞ് മെഴുകി കണ്ടന്റ് ഉണ്ടാക്കുന്നവരല്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഇപ്പം നൂറ ആദില വെച്ച് നോക്കുകയാണെങ്കിൽ നൂറ കുറച്ചുകൂടെ വീക്കായിട്ട്, മീൻസ് ഇമോഷണലി ആദില കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ആദില പോലും അനുമോളുടെ കാര്യം പറഞ്ഞ് ഇങ്ങനെ കരയുന്നെങ്കിൽ അവർ ജെന്യുവൻ ആയിട്ടാണ് നിന്നത്. അതുപോലെ അനുമോൾ പറയുന്നുണ്ട്, അനുമോളിൻ്റെ എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നല്ലൊരു ഗെയിമറല്ല. പിന്നെ എന്തോ പി ആർ ഓക്കെ, നല്ല പി ആർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പി ആർ ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുന്നു, അത് സത്യമാണ്. എന്ത് കണ്ടിട്ടാണ് അനുമോളുടെ പിറകെ നടക്കുന്നതെന്ന് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തന്നെയാണ് ആദിലയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ മീഡിയേറ്ററായിട്ട് വന്നിരുന്ന് നമ്മുടെ അനീഷ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, അത് നല്ല കാര്യമാണ്. കാരണം അവരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുക്കാനാണ് അനീഷ് നോക്കുന്നത്. അതായത് 3 പേരും വിളിച്ചിരുത്തിയിട്ട് അനീഷ് അവിടുന്ന് മാറി കൊടുക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ഞാൻ മാറിത്തരാമെന്ന് പറഞ്ഞ് മാറിക്കൊടുത്തു. പക്ഷേ അനുമോൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ആദിലേക്ക് പിന്നെയും ഓക്കെയാണ്, ആദിലെ നൂറ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ അനുമോൾ ഇത്ര വാശി കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല. എന്താ നൂറ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ്. അതെ, എനിക്കും തോന്നിയിട്ടുണ്ട്. അനുമോൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രിവിലേജ്? എന്തിനാണ് ഇത്ര പ്രിവിലേജ്? പി ആറിൻ്റെ ഒരൊറ്റ ബലത്തിലാണ് അനുമോൾ അതിൻ്റെ അകത്ത് നിൽക്കുന്നത്, 100% ഉറപ്പാണ്. ഇതിൻ്റെ പുറത്ത് വന്ന് കുറേ പേര് പറയുന്നുണ്ട് അനുമോൾ പി ആർ കൊടുക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അനുമോൾ തന്നെ സമ്മതിച്ച കാര്യമാണ് എനിക്ക് പി ആർ ഉണ്ട് എന്നതിൻ്റെ അകത്ത് സമ്മതിച്ച കാര്യമാണ്. അതാണ് പലരും അവരുടെ കൂടെ നിൽക്കുന്ന വേറെ ആരുമില്ല, സ്റ്റാർ മാജിക്കിലുള്ളവർ തന്നെയാണ് വന്ന് പറയുന്നത് അനുമോൾക്ക് പി ആർ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പി ആർ കൊടുക്കാൻ സാധ്യതയില്ല. എന്തോ പുറത്ത് പോയാൽ ഭക്ഷണം പോലും വാങ്ങിച്ചു തരാത്ത അനുമോളാണ്. അത് അനുമോൾ അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ്, എനിക്ക് പി ആർ ഉണ്ട്, ഇതിൻ്റെ അകത്ത് വരുന്നുമ്പോൾ ഞാൻ പി ആർ കൊടുത്തിട്ട് തന്നെയാണ് വന്നതെന്ന് എന്ന് അനുമോൾ തന്നെ പറഞ്ഞ വീഡിയോ എത്ര വൈറലായതാണ്. എന്നിട്ടും അവരിങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പി ആർ ഇല്ല എന്ന്. എന്തിനാണ്? അനുമോൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. ഓക്കെ, അനുമോളിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരുപാട് ക്രിഞ്ച് സാധനങ്ങളുണ്ട്. അതായത് അത്രയും സ്ഥലങ്ങളുണ്ടായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് അങ്ങിരുന്ന് ഇങ്ങനെ സംസാരം. അപ്പോൾ അത് താങ്ങി പിടിക്കാൻ അനീഷ് ഏട്ടൻ ചെല്ലും. എന്ത് പറ്റി അനുമോൾ, ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ, മാതളം കഴിക്ക്, എൻ്റെത് മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല. അതിൽ പറയുന്നത് ശരിയാണ്, ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അത് തന്നെയാണ് അതിൻ്റെ അകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, മണി വീക്കാണ്. ഇന്നും പ്രൊമോ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാസ്ക്കാണെന്ന് തോന്നുന്നു. അതായത് പുറത്ത് വണ്ടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് പോയി 1 മിനിറ്റിനകത്ത് പൈസ കണ്ടുപിടിച്ച് തിരിച്ചു വരുന്നത്. അതിൻ്റെ അകത്ത് അനുമോൾക്ക് കുറേ പൈസ കിട്ടിയെന്ന് തോന്നുന്നു. ഏകദേശം 1 ലക്ഷം അടുപ്പിച്ചെന്തോ കിട്ടിയെന്ന് പറയുന്നതായിട്ട് കറക്റ്റ് അറിയില്ല. പിന്നെ അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് പേര്. ആരോടോ പറഞ്ഞത് ടാസ്ക് കളിക്കാൻ അറിയില്ല എന്ന്. ആണ്ടിലും ആവണിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു ടാസ്ക് ജയിച്ചാലായി, ഏതെങ്കിലും ഒരു ടാസ്ക്. അതും പിന്നെ ഈ മണി വീക്ക് ആയതുകൊണ്ട് എങ്ങനെയോ എന്തോ ഭാഗ്യത്തിന് കിട്ടി. അല്ലാതെ വേറൊരു ടാസ്ക് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനിമൽ ആ ടോപ്പിക്ക് തന്നെ കയറി വരുന്നു. അതൊരു കടലാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഓരോ നിമിഷം കണ്ടന്റ് കൊടുക്കുകയാണ്. കരഞ്ഞ് ആളുകളെ വെറുപ്പിച്ചുകൊണ്ടും കണ്ടന്റ് കൊടുക്കാൻ അനിമോൾ കഴിഞ്ഞുള്ളൂ. അതിനെ വെളുപ്പിക്കാൻ പി ആറും എന്തെങ്കിലും ആവട്ടെ. അപ്പം ബാക്കി പിന്നെ എന്താ പറയണ്ടേ? മണി വീക്കിൽ അറിയാലോ, ഓരോ ടാസ്ക് കൊടുത്തും ഓരോ മണി ചലഞ്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒറ്റ ഇതായിട്ട് കൊടുക്കാതെ പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വിന്നറിൻ്റെ പൈസയിൽ നിന്നാണ് ഇതെല്ലാവർക്കും കൊടുക്കുന്നത്. അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, വിന്നറിൻ്റെ പൈസയിൽ നിന്ന് കുറയ്ക്കുന്നത്. എന്ത് ഇതാണെന്ന്, ചിലപ്പം പൈസ ലാഭിക്കാൻ വേണ്ടിയായിരിക്കും. എന്തെങ്കിലും ആവട്ടെ. കഴിഞ്ഞ തവണയൊന്നും അങ്ങനെ അല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോക്സിന് വേറെ പൈസ, നമ്മുടെ വിന്ന് ചെയ്യുന്ന ആൾക്ക് വേറെ പൈസ, അങ്ങനെ ആയിരുന്നു. എനിക്കറിയില്ല ഇപ്പോഴത്തെ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ എന്തായാലും അങ്ങനെ കാണുന്നുണ്ടല്ലോ, ഓരോ ഇത് കഴിയുമ്പോൾ മറ്റേ സ്ക്വിഡ് ഗെയിം പോലെ ഇങ്ങനെ എഴുതി കാണിക്കും, ഇത്ര രൂപ ഉണ്ട്. സ്ക്വിഡ് ഗെയിമിൽ ആളുകൾ മരിക്കുമ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കും, ഇവിടെ പൈസ കുറയ്ക്കുമ്പോൾ പൈസ കുറയ്ക്കും. അത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ
അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഈ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. ഞാൻ പിന്നെ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ കഴിഞ്ഞ ദിവസത്തെ അനുമോളുടെ ഷോ കാരണം അത് ആ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് ദിവസത്തെ വീഡിയോ കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്നലത്തെ എപ്പിസോഡിൽ അങ്ങനെ വലിയ കണ്ടൻറ്റൊന്നും ഇല്ല പറയാനായിട്ട്. മേ ബി ആ അനുമോള് പ്രശ്നം ഉണ്ടാക്കിയ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് ഞാൻ വീഡിയോ ചെയ്യത്തില്ലായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ അനുമോളുടെ ഈ ഷോ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്തത്. കണ്ടുകൊണ്ടിരിക്കാൻ കുറേ ക്രിഞ്ചെന്നൊക്കെ പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ മറ്റേ അപ്പുക്കുട്ട ഇരുന്ന് കരയും പോലെ ആ ഹാമോക്കിലിരുന്ന് ആടി അങ്ങ് കരയുവാണ്. ഒരേ കരച്ചിൽ. അയ്യോ. അങ്ങനെ അടുക്കള റാണി അടുക്കളയിൽ കയറും, 2 ദിവസം ഫുഡ് ഉണ്ടാക്കും, ഷോ കാണിക്കും, ഇറങ്ങിപ്പോവും. ഇത് തന്നെയാണ് ഇതിൻ്റെ അകത്ത് റിപ്പീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ തവണ. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എന്തോ അനുമോൾ അടുക്കളയിലുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ച് അപ്പം ഇറങ്ങിപ്പോവും അടുക്കളയിൽ നിന്ന്. ഞാൻ കുക്ക് ചെയ്യില്ല. ഷാനവാസ് പറഞ്ഞതുപോലെ ഇങ്ങനെ ഇഴക്കണം. അയ്യോ പോവരുത്, അനുമോളാണ് ഇവിടെ അടിപൊളി കുക്ക്, എല്ലാവർക്കും ഫുഡ് കിട്ടുന്നത് അനുമോളുണ്ടെങ്കിലേ നടക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കണമായിരിക്കും അനുമോളടുത്ത്. പോകുമെന്ന് പറയുമ്പോൾ അയ്യോ പോകരുത് എന്ന് പറയണമായിരിക്കും. അതിനാണ് അനുമോൾ ഞാൻ ഇറങ്ങിയത്. അപ്പോഴാണെങ്കിൽ ആരും മൈൻഡ് പോലും ചെയ്യണില്ല. പൊക്കോ എന്ന് തന്നെയാണ് പറയുന്നത്. ഇറങ്ങിപ്പോക്കോ, ഒരു കുഴപ്പമില്ലാന്ന്. ആ രീതിയിൽ പറയുമ്പോൾ ആർക്കാണ് ട്രിഗർ ആവാത്തത്? അനുമോളുടെ മനസ്സിൽ എന്താണ്, ഞാൻ പോകും എന്ന് പറയുമ്പോൾ ആളുകൾ ഇങ്ങനെ പേടിക്കണം. അയ്യോ പോകരുത് അനുമോളെ, പോകരുത് അങ്ങനെ പറയണം. പക്ഷെ അനുമോൾക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല ആരിൽ നിന്നും. എല്ലാവരും അങ്ങ് അടിച്ച് വിടുകയാണ്. ഇറങ്ങിപ്പോക്കോ വിട്ടോ, കണ്ണം വഴി കിട്ടോ. അപ്പോഴേ അങ്ങ് അനുമോൾ തീരും. പിന്നെ ജോലി എടുക്കില്ല. പിന്നെ അവിടെ പോയി കിടക്കും, ഇവിടെ പോയി കിടക്കും. ഒറ്റപ്പെടൽ, കരച്ചിൽ, ഒറ്റയ്ക്കിരുന്ന് കരച്ചിൽ. പിന്നെ ഗാർഡിയൻ ഏഞ്ചൽ അനീഷ്. അയ്യോ പറയാതിരിക്കാൻ വയ്യ. എന്തെങ്കിലും ആവട്ടെ. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അനുമോൾക്ക് മീൻസ് അനുമോള് വിന്നറായാൽ PR ടീമിന് 16 ലക്ഷം അല്ല ഏകദേശം 30 ലക്ഷം കൊടുത്താലും അവർക്ക് ലാഭം തന്നെയാണ്. മീൻസ് ആർക്ക്? അനുമോൾക്ക്. കാരണം അത്രയ്ക്ക് പണിയെടുക്കുന്നുണ്ട് PR. നമുക്ക് നോക്കാം എന്തായാലും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ